നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. നമുക്കിന്ന് മാങ്ങ കിട്ടിയിട്ടുണ്ട്. മാങ്ങ നല്ല ബെസ്റ്റ് ചനച്ച മാങ്ങയാണ് കേട്ടോ. 1 കിലോ മാങ്ങയാണിത്. ഇത് ഞാൻ ഒരു കറി ഉണ്ടാക്കാൻ പോകാം കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കടുമാങ്ങ ഉണ്ടാക്കിയില്ലേ, ഇപ്രാവശ്യം ഉണ്ടാക്കുന്നത് ഉലുവ മാങ്ങയാണ് കേട്ടോ. ഉലുവ മാങ്ങ ഉണ്ടാക്കാം നമുക്കിതുകൊണ്ട്. അപ്പോൾ കടുമാങ്ങ ഉണ്ടാക്കി അതുപോലെ തന്നെ ഉലുവ മാങ്ങ ഉണ്ടാക്കുക. കടുകിന് പകരം ഉലുവിടുക, അത്രേ ഉള്ളൂ കേട്ടോ പണി. ഉലുവ മാങ്ങ എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ്. കുറച്ച് ദിവസം ഇരിക്കണം, ഒരു 5-6 മാസമൊക്കെ കഴിയുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ. കടുമാങ്ങ അങ്ങനെ തന്നെയാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. നമുക്ക് ഉണ്ടാക്കി വെച്ച് പാകമായതിന് ശേഷം മാത്രമേ ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങളിത് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. പാൽക്കുട്ടിയോണ്ടേ അപ്പോൾ അത് ഡ്രൈ റോസ്റ്റ് ചെയ്യാം കേട്ടോ. നമ്മൾ പതുക്കേനെ ചൂടാക്കുക എന്ന് വെച്ചാൽ വല്ലാണ്ടാവണ്ട, ചോക്കെ വറക്കാൻ പാടില്ല. പതുക്കെ പൊട്ടിത്തിറങ്ങുമ്പോൾ ഓഫാക്കാം. അതില്ലേ അധികം വറക്കണ്ട, ചോക്കണ്ട, മതി. ഓരോന്ന് പൊടി തുടങ്ങിയപ്പോൾ നിർത്തിയിട്ടോ. ഞാൻ ചൂടാറുമ്പോൾ നല്ല ഇതാക്കി കിട്ടും. ചൂടാറുമ്പോൾ നമുക്കത് ചൂടാറുമ്പോൾ നമുക്ക് പൊടിക്കാം കേട്ടോ. ചൂടാറട്ടെ. വെളിച്ചെണ്ണ നമുക്ക് ഒരു ഗ്ലാസ്, അല്ലെങ്കിൽ പുറമൊക്കെ കാണയില്ലേ. എണ്ണ ഒരു ഗ്ലാസ് എണ്ണ മതിയാവൂല്ലേ? എണ്ണ ഒരുവിധ എണ്ണ ഉണ്ടാവും. ആ ടീച്ചർ ഒരു വലിയ നമ്മുടെ ഇങ്ങനത്തെ പാത്രമല്ലേ, അതിൻ്റെ അടുത്ത് വെച്ചാർന്ന്. ഇതിപ്പോൾ ഒരു 1.5 ഇതായിട്ടുണ്ട്. വെള്ളം അതിൻ്റെ ഉണ്ടാവില്ലേ. പിന്നെ അപ്പോൾ ഈ എണ്ണ ഒന്ന് ചൂടാവട്ടെ. പിന്നെ നമ്മൾ ഉലുവ വറുത്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് ചൂടാറുമ്പോൾ ഇത് പൊടിക്കാം. അത് 100 ഗ്രാമാണ് ഉലുവ. നമുക്ക് ഇടുമ്പോൾ 100 മുഴുവൻ ഇടണ്ട, ഒരു 75 ഗ്രാമൊക്കെ ഇടാം. പിന്നെ ഇത് സാധാരണ മുളക് പൊടിയാണ്. ഒരു 100 ഗ്രാം അല്ല 50 ഗ്രാം മുളക് പൊടി ഉണ്ട്. ഇത് കാശ്മീരി ചില്ലിയാണ്, 50 ഗ്രാം ഉണ്ട്. അപ്പോൾ ഇതൊന്ന് ചൂടാവട്ടെ കേട്ടോ. വെളിച്ചെണ്ണ എണ്ണ ചൂട് മതിയാ, എണ്ണ ചൂടാറ് മണി മതിയില്ലേ. ഇപ്പോൾ എണ്ണ ചൂടായി കേട്ടോ. എണ്ണ ചൂടായി, ഓഫാക്കി. ഇത് വാങ്ങി വെച്ചു. ഇത് ഒന്ന് ചൂടാറട്ടെ കേട്ടോ. ചൂടാറട്ടെ. നമ്മൾ ഈ മാങ്ങ കഴുകി നന്നായിട്ട് തുടച്ച് ഉണക്കി വെച്ചിരിക്കുന്നതാണ്. ഇങ്ങനെ പള്ളപ്പൂള ഇങ്ങനെയാണ് ആക്കേണ്ടത് കേട്ടോ. ശ്രീ ഇതാ കണ്ട. പിന്നെ ഈ ഭാഗവും ഇവിടെ ഒന്നിങ്ങനെ മുറിക്കാം. ഒന്ന് മുറിച്ചു, പിന്നെ മുറിച്ചു. ഇടിയിക്കണമെന്നില്ല കേട്ടോ. ഇങ്ങനെ യെസ്, വിട്ടുപോയാലും കുഴപ്പമൊന്നുമില്ല. അടുത്തത് മുറിക്കാം. പതുക്കേനെ മുറിച്ചു. നല്ലോണം ചനച്ച മാങ്ങയിട്ട കളർ കണ്ടോ. അടുത്തത് പോയിന്നൊക്കെ വിഷമിക്കണ്ട. നമ്മളിത് പൊടിക്കണം കേട്ടോ. മിക്സി ഡ്രൈ ആയിട്ട് പൊടിക്കണം. മിക്സിയിൽ ചാറ് അവിടെ ഉണ്ടാ. അതല്ല, അതിനും വെള്ളം ഉണ്ടാവില്ല. വെള്ളം പാടില്ല, വെള്ളം തൊടാൻ പാടില്ല. ഇതിൽ കടുമാങ്ങയിലും വെള്ളം തൊടാൻ പാടില്ല. ആ കുഞ്ഞൻ ചാറില്ലേ പൊടിക്കണത്, അതന്നെ. ചൂടാറിയിട്ടുണ്ട്, പൊടിക്കാൻ വേണ്ടി.
ഇത് ചനച്ചിട്ടുണ്ട്, ചിലത് നല്ലോണമായിട്ടുണ്ട്. മൂവാണ്ടനാണോ അത്? അല്ലല്ലോ, മൂവാണ്ട് ഉരുണ്ടിരിക്കില്ലേ? മുളക് പൊടി ഇട്ടു. ഇത് 50 ഗ്രാം കാശ്മീരി ചില്ലി. ഇത് സാദാ ചില്ലി. അപ്പോൾ 100 ഗ്രാം ആയിട്ടോ. ഉപ്പ് 100 ഗ്രാം അരച്ചെടുത്തോളാം. ഉപ്പ് ഇത് നമുക്ക് ഇടാം, ഇളക്കാം. ഉണ്ടാവും ഇഷ്ടം. വിടാം. ഉലുവപ്പൊടിയും മുളക് പൊടിയും ഉപ്പ് പൊടിയും ചേർത്ത് ഉപ്പ് നമുക്ക് ഞാൻ ഇട്ടേക്കേണ്ടത് പാത്രമാണ്. ഒരു 100 ഗ്രാം ഉപ്പ് വേണം ശരിക്കും. പോരായി വരികയാണെങ്കിൽ നമുക്ക് ഇതിലിട്ടോളാം. അതിന് വീണ്ടും കുഴപ്പമൊന്നുമില്ല. കേട്ടോ, ഈ വെള്ളം ഉണ്ടാവണം ഇതിൽ. ഉപ്പിട്ട് വെച്ചാൽ അടച്ചിട്ടുള്ളൂ. കുറച്ച് ഈ ചൂടാറില്ലേ ഇട്ടോളൂ. ഉള്ളിവിടുമ്പോഴേ കുഴപ്പമുണ്ടറിയോ? ഇപ്പം ഒന്നും കഴിക്കാൻ പറ്റില്ല, ഭയങ്കര കഴിപ്പായിരിക്കും ഇതിന്. മുളകൊക്കെ പിടിക്കട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് അനുണ്ടാക്കാം, അടച്ചു വയ്ക്കാം. എന്നിട്ട് എണ്ണ ചൂടാറുമ്പോൾ നമുക്ക് ഇതിലൊഴിക്കാം കേട്ടോ. യെസ്, അത് എൻ്റെ പാത്രമല്ലേ പകർത്തേക്കാം. ഇതൊക്കെ നോക്കാം.
എന്താണ് വേണ്ട അതോ ഞാനിതിലേക്ക് എണ്ണ ഒഴിച്ചു. ഇനി എണ്ണ തുണി ഇടണം മുകളിൽ, കുറച്ചുകൂടി എണ്ണ ഒഴിക്കണം ചൂടാക്കിയിട്ടേ. അപ്പോൾ പൊടി നനഞ്ഞിട്ടില്ല ശരിക്കും പറഞ്ഞാലേ. അപ്പോൾ ഇനി ഈ മാങ്ങയുടെ നീരൊക്കെ ഇതിലേക്ക് ഇറങ്ങിയിട്ട് ഉപ്പും മാങ്ങ നീരൊക്കെ ഇറങ്ങുമ്പോൾ നിറയും ഇത്. അപ്പോൾ ഉപ്പൊക്കെ ഏതായാലും ശരി, നമുക്കൊന്ന് പതുക്കെ ഒന്ന് കുലുക്കി വെക്കാം. തൽക്കാലം ഇതിന് മുകളിൽ എണ്ണ തുണി ഇടണം. വെള്ളം എണ്ണ കൂടെ ചൂടാക്കിയിട്ടേ നമ്മുടെ ഇതിൽ മാങ്ങയിൽ ഉപ്പിട്ടു, മുളക് പൊടി, ഉലുവ, ഇത്ര മതി. കടുമാങ്ങ ഇങ്ങനെ കടുമാങ്ങയ്ക്ക് ഉപ്പ്, മുളക്, കടുക് ഓൺലി. കായം വേണ്ട കേട്ടോ. അത് കടുമാങ്ങയിലും കായ ഉപയോഗിക്കാറില്ല ഞങ്ങൾ, ഉലുവ മാങ്ങയിലും കായ ഉപയോഗിക്കില്ല. ഉലുവ മാങ്ങയിൽ ഉലുവ ഇടും, കടുക് മാങ്ങയിൽ കടുക് ഇടും, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതാ വെള്ളമൊന്നും ചേർക്കണില്ല അതിൽ. ഇത് ഞാൻ കടുമാങ്ങ നമ്മൾ വെള്ളം തിളപ്പിച്ചൊഴിച്ചു, അതായത് കടുമാങ്ങയുടെ വെള്ളം, മാങ്ങ ഉപ്പിലിട്ടുണ്ടായ വെള്ളം അരിച്ച് തിളപ്പിച്ചൊഴിച്ചിട്ടുണ്ടാക്കിയത്. ഇത് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഇത് പച്ചയാണ്, പച്ചയ്ക്ക് നേരിട്ട് ഉണ്ടാക്കുന്നത്. തന്നെ വെള്ളം ഉണ്ടായിക്കോളും, ഉപ്പിട്ടുണ്ടല്ലോ. ഇതിൻ്റെ സൈഡൊക്കെ തുടച്ചിട്ട് നല്ല ഒരു കോട്ടൺ തുണി കൊണ്ട് ഇതിൻ്റെ സൈഡൊക്കെ തുടച്ച് ക്ലീനാക്കിയതിന് ശേഷം മാങ്ങയൊക്കെ ഒതുങ്ങി വെള്ളം വന്നോളൂ. മുകളിലേക്ക് വെള്ളം വരും കേട്ടോ. നമുക്ക് ഒരിലയിൽ കുറച്ച് എണ്ണ ആക്കിയിട്ട് മുകളിലിടാം. നമുക്ക് എണ്ണ തുണി ഇടാം കേട്ടോ. തുണി എണ്ണ തിളപ്പിച്ചിട്ട് തുണി മുക്കിയിട്ട് ചൂടാറിയപ്പോഴേ കേട്ടോ ഇടാം. എണ്ണ തുണി ഇട്ടു. അതിൻ്റെ മുകളിൽ ബാക്കിയുള്ള എണ്ണ കൂടെ ഒഴിക്കാം കേട്ടോ. ഇപ്പോൾ കൂട്ടാൻ പറ്റില്ല കേട്ടോ. എന്താ കാരണം എന്നറിയോ, ഇതിപ്പോൾ കഴിച്ചത് നല്ല കയ്പ്പായിരിക്കും. ആ ഉലുവയുടെ കയ്പ്പ് ഇങ്ങനെ വരും. ഇത് കുറേ ദിവസം കഴിഞ്ഞിട്ട് 5-6 മാസം കഴിഞ്ഞിട്ട് ഉലുവയും മുളകും ഒക്കെ കൂടി നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം കഴിക്കുമ്പോഴാണ് എനിക്ക് രുചിയില്ലാവുക. കടുമാങ്ങ അങ്ങനെ തന്നെയാണ്. കടുമാങ്ങ അപ്പം അത്ര കുഴപ്പമില്ല. ശരിക്കുള്ള ടേസ്റ്റ് വരണമെങ്കിൽ ഇത്തിരി നാൾ കഴിയണം. നാളെ നോക്കുമ്പോൾ ഉണ്ടല്ലോ, ഇപ്പോൾ ഇവിടെ വരെ ഉണ്ട് വെള്ളം. കണ്ടോ, കയറി വരും. എന്താ വെള്ളം 1 മണിക്കൂറായപ്പോഴേക്ക് ഇത്ര വെള്ളമായി. ഇപ്പോൾ ഇത്ര വെള്ളം വരും കേട്ടോ. നമുക്കിതിനെ ഭദ്രമായിട്ട് ഒന്നുകൂടി അടച്ച് വയ്ക്കാം. അതാണ് യെസ്. എൻ്റെ ഉലുവ മാങ്ങ റെഡി. ഒരു 6 മാസം കഴിഞ്ഞ് നമുക്ക് എടുക്കാം കേട്ടോ.